everyone, welcome to Comedy Cracker. I am BC Babu. അപ്പോൾ നമ്മളിത് ഇന്ന് വന്നിട്ടുള്ളത് ഡേറ്റ എൻട്രി എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്കറിയാം ഓൾറെഡി എക്സാം നടക്കാണ്ടിരുന്ന ഡേറ്റ് മാറ്റി വെച്ചു. ഇനി ഉടനെ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ എന്ന് കരുതി വേണം പഠിക്കാൻ തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സിലബസ് പ്രകാരം കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന് മാർക്കുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്? ഐറ്റിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സുമായിട്ട് നമ്മുടെ MS വേർഡിൽ നിന്നും MS എക്സലിൽ നിന്നും പവർ പോയിന്റിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, നമ്മുടെ ആദ്യ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺസ് ടാസ്ക് മാനേജർ ഡയറക്ട്ലി? അതായത് ടാസ്ക് മാനേജർ ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനു മുന്നേ എന്താണ് ഈ ടാസ്ക് മാനേജർ എന്നുള്ളത് അറിഞ്ഞാൽ എന്താ? നമ്മുടെ ലാപ്ടോപ്പ് ഒക്കെ ഹാങ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ എന്താ നമ്മുടെ ടാസ്ക് മാനേജർ ക്ലോസ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടാസ്ക് മാനേജർ എന്ന് പറയുന്നത്. അത് ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? Ctrl+Alt+Delete, Ctrl+Shift+Escape, Alt+F4, Win+Escape. ഓക്കെ, അപ്പോൾ ഇത് ഏതായിരിക്കും നമ്മുടെ ആൻസർ? നമുക്ക് ഓരോ ഓപ്ഷനും വെച്ച് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ കിടക്കുന്നത് Ctrl+Alt+Delete ആണ്. ഇതിൽ എന്താ നടക്കുന്നത് വെച്ചാൽ നമുക്കൊരു നമ്മുടെ ഒരു വിൻഡോസ് ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ഒരു വിൻഡോ സെക്യൂരിറ്റി വിൻഡോ അവിടെ ഓപ്പൺ ആയി കിട്ടും. ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു വിൻഡോ അവിടെ ഓപ്പൺ ആയി കിട്ടും. അതുവഴി നമുക്ക് നമുക്ക് അതുവഴി വേണമെങ്കിൽ ടാസ്ക് മാനേജർ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതുവഴി വേണമെങ്കിൽ നമുക്ക് ടാസ്ക് മാനേജർ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ അത് ഡയറക്ട്ലി ആവില്ല അവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു മെത്തേഡ് തന്നെയാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് Ctrl+Alt+Delete എന്ന് പറയുന്നത്. പക്ഷെ അത് എന്തായിരിക്കും? സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം അതിൽ നിന്നായിരിക്കും നമുക്ക് ടാസ്ക് മാനേജർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ ഡയറക്ട്ലി ആണ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? Ctrl+Shift+Escape ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, Ctrl+Shift+Escape യൂസ് ചെയ്യുമ്പോൾ എന്താ അവിടെ ഒരു ടാസ്ക് മാനേജർ എന്ന് പറയുന്ന ആ ഒരു ടാബ് അവിടെ ഓപ്പൺ ആയി കിട്ടും. അതുവഴി നമുക്ക് നമ്മുടെ ഡേറ്റാസ് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മുടെ CPU റാമിന്റെ ആയിട്ടുള്ള ഡേറ്റാസ് കാണണമെങ്കിലോ അല്ലെങ്കിൽ ഹാങ് ആയിരിക്കുന്ന സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ടോ നമുക്ക് വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ കിട്ടാട്ടോ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? Ctrl+Shift+Escape എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരിക്കും പൊതുവെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കാണുന്നത് എന്താ? Alt+F4 ആണ്. Alt+F4 എന്ന് പറഞ്ഞാൽ കറന്റ്ലി ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നിരിക്കുന്ന വിൻഡോസോ അല്ലെങ്കിൽ ഓപ്പറേഷൻസോ ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്താ? Alt+F4 എന്ന് പറയുന്നത്. ഓക്കെ, കറന്റ്ലി ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിൻഡോസോ അല്ലെങ്കിൽ എന്താ ഓപ്പറേഷൻസോ ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് എന്തെന്ന് പറഞ്ഞാൽ Alt+F4 എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വേണ്ടി കിടക്കുന്ന എന്താ? Win+Escape. അതായത് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറഞ്ഞാൽ Win+Escape എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുയോജ്യമായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. Ctrl+Shift+Escape ആയിരിക്കും ടാസ്ക് മാനേജർ ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, Ctrl+Alt+Delete എന്തായിരുന്നു? ഓപ്പൺ ചെയ്ത വിൻഡോ സെക്യൂരിറ്റി സ്ക്രീൻ വഴി ഓപ്പൺ ചെയ്ത് അതിലേ വേണമെങ്കിൽ നമുക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഡയറക്ട്ലി ആവില്ല അവിടെ ടാസ്ക് മാനേജർ മെനു ഓപ്പൺ ആകുന്നത്. അടുത്ത എന്താ? Ctrl+Shift+Escape ആയിരിക്കും. അതായത് ടാസ്ക് മാനേജർ ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരിക്കും Ctrl+Shift+Escape എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് Alt+F4 ആണ്. കറന്റ്ലി ആക്റ്റീവ് ആയിരിക്കുന്ന വിൻഡോസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസോ ഒക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് Alt+F4 എന്ന് പറഞ്ഞാൽ. Win+Escape എന്തായിരിക്കും? എക്സിറ്റ് മാനിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു ഷോർട്ട് കട്ട് പഠിച്ചല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് കീ ലോക്സ് ഇൻ ദ കമ്പ്യൂട്ടർ? അതായത് കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്നത്തെയും പോലെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? Win+D ഉണ്ട്, Win+L ഉണ്ട്, Ctrl+L ഉണ്ട്, Alt+L ഉണ്ട്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് കൊണ്ട് കിടക്കുന്നത് Win+D ആണ്. അത് നമ്മുടെ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ഓപ്പൺസ് ആയിരിക്കുന്ന വിൻഡോസോ ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഷോ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഫയൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഫയലൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? Win+D എന്ന് പറയുന്നത്.
ഓക്കെ, വിൻ പ്ലസ് ഡി എന്താ, നമ്മൾ ഷോ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസോ ഫയൽസോ ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കീ ആണ് എന്തെന്ന് പറഞ്ഞാൽ വിൻ പ്ലസ് ഡി എന്ന് പറയുന്നത്. ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ. അടുത്തത് എന്താ, വിൻ പ്ലസ് എൽ. അതായത് എന്തിനായിരിക്കും, ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് എന്തെന്ന് പറഞ്ഞാൽ വിൻ പ്ലസ് എൽ എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോൾ പ്ലസ് എല്ലും ഓൾട്ട് പ്ലസ് എല്ലും നമുക്ക് ഉപകാരപ്രദമല്ല. നമ്മുടെ ആൻസർ ഇതായിരിക്കും, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ, ഒരു കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കറന്റ് എന്തെങ്കിലും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും, വിൻ പ്ലസ് എൽ ആയിരിക്കും. ഓക്കെ, നോക്കിക്കേ, വിൻ പ്ലസ് ഡി എന്തിനാണ്, ഷോ ചെയ്യാനോ ഹൈഡ് ചെയ്യാനോ, കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിലൊക്കെ ഷോ ചെയ്യാനോ ഹൈഡ് ചെയ്യാനോ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് വിൻ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ. വിൻ പ്ലസ് എൽ എന്തായിരുന്നു, ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റാൻഡേർഡ് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് എന്തെന്ന് പറഞ്ഞാൽ വിൻ പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ. കൺട്രോൾ പ്ലസ് എൽ എന്തിനാ യൂസ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യാനല്ലേ, ഒരു അഡ്രസ് ഫയൽ, നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന നമ്മുടെ വെബ് ബ്രൗസറിൽ നിന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഫയലിന്റെ അതിന്റെ അഡ്രസ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് കൺട്രോൾ പ്ലസ് എൽ എന്ന് പറയുന്നത്. ഓൾട്ട് പ്ലസ് എൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ഷോർട്ട് കട്ട് അല്ല. ഓക്കെ, അപ്പൊ ഓർക്കണം, തന്നിരിക്കുന്ന ആൻസർ മാത്രമല്ല പഠിക്കേണ്ടത്, ബാക്കിയുള്ളവ എന്തുകൊണ്ട് റോങ് ആയിരുന്നു അതും കൂടെ പഠിച്ചിരിക്കണം. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഏതായിരുന്നു, വിൻ പ്ലസ് എൽ ആയിരിക്കും. ഓക്കെ അല്ലേ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഷോർട്ട് കട്ട് കീ റീസ്റ്റോർ ദ മിനിമൈസ്ഡ് വിൻഡോ ആഫ്റ്റർ യൂസിങ് മിൻ എം. അതായത് മിൻ എം വെച്ച് യൂസ് ചെയ്ത് മിനിമൈസ് ചെയ്ത വിൻഡോസ് തിരിച്ചത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ, വിൻ പ്ലസ് ഷിഫ്റ്റ് എം ഉണ്ട്, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് എം ഉണ്ട്, ഓൾട്ട് പ്ലസ് ഷിഫ്റ്റ് എം ഉണ്ട്, വിൻ പ്ലസ് എം ഉണ്ട്. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ, അറിയാം അല്ലേ, ഏതാണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ വിൻ പ്ലസ് ഷിഫ്റ്റ് എം ആയിരിക്കും. ഓൾറെഡി നമ്മൾ വിൻ പ്ലസ് എം യൂസ് ചെയ്തുകൊണ്ട് വിൻ പ്ലസ് എം യൂസ് ചെയ്ത് മിനിമൈസ് ചെയ്ത നമ്മുടെ കമ്പ്യൂട്ടറിലെ വിൻഡോസിനെ അതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും, വിൻ പ്ലസ് ഷിഫ്റ്റ് എം ആയിരിക്കും. ഇതേ കണ്ടോ, വിൻ പ്ലസ് ഷിഫ്റ്റ് എമ്മിന് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഒരു വിൻഡോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ അല്ലേ, ഒരു കമ്പ്യൂട്ടറിലുള്ള നമ്മുടെ ഡേറ്റാസിനുണ്ടെങ്കിൽ, ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വിൻ പ്ലസ് എം എന്ന് പറഞ്ഞാൽ. അങ്ങനെ വിൻ പ്ലസ് എം യൂസ് ചെയ്ത് നമ്മൾ മിനിമൈസ് ചെയ്ത ഒരു ഫയലിനെ നമുക്ക് തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, വിൻ പ്ലസ് ഷിഫ്റ്റ് എം ആയിരിക്കും. ഓക്കെ, വിൻ പ്ലസ് ഷിഫ്റ്റ് എം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, എന്താണ് വിൻ പ്ലസ് ഷിഫ്റ്റ് എം, മിനിമൈസ്ഡ് വിൻഡോ അല്ലെ, റീസ്റ്റോർ ചെയ്തിരിക്കുന്ന, നമ്മൾ യൂസ് ചെയ്ത് റീസ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽസിനെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരിക്കും വിൻ പ്ലസ് ഷിഫ്റ്റ് എം എന്ന് പറഞ്ഞാൽ. വിൻ പ്ലസ് എം എന്തിനാ യൂസ് ചെയ്യുന്നത്, മിനിമൈസ് ഓൾ വിൻഡോസ്, എല്ലാ വിൻഡോസും മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരിക്കും വിൻ പ്ലസ് എം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, പഠിച്ചല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഷോർട്ട് കട്ട് കീ സ്വിച്ച് ബിറ്റ്വീൻ ഓപ്പൺ ആപ്ലിക്കേഷൻസ്, അതായത് നിലവിൽ ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കിടക്കുന്നത് എന്താ, ഓൾട്ട് പ്ലസ് ടാബ് ആണ്. അതായത് നമ്മുടെ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾട്ട് പ്ലസ് ടാബ് ആയിരിക്കും. നമ്മൾ നിലവിൽ ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, ഓൾട്ട് പ്ലസ് ടാബ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ, ഞാനിപ്പോ ഒരു MS വേർഡ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്രോമിലേക്ക് പോയി അത് കഴിഞ്ഞ് ഞാൻ ഓൾട്ട് പ്ലസ് ടാബ് പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, തിരിച്ച് ആ ഒരു MS വേർഡിന്റെ ആ ഫയൽ ഓപ്പൺ ആയിരിക്കുന്ന ആ ഫയലിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് ഓൾട്ട് പ്ലസ് ടാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരുന്ന് മാത്രം പഠിക്കാണ്ട് എന്താ, അത് ചെയ്ത് നോക്കിയും കൂടെ പഠിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് റിലേറ്റഡ് ആയിട്ട് അത് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും കൺട്രോൾ പ്ലസ് ടാബിന്റെ ജോലി എന്ന് പറഞ്ഞാൽ, സെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൺട്രോൾ പ്ലസ് ടാബ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, എന്തിനായിരിക്കും കൺട്രോൾ പ്ലസ് ടാബ് യൂസ് ചെയ്യുന്നത്, സ്വിച്ച് ബിറ്റ്വീൻ ദ ടാബ്സ് സെയിം ആപ്ലിക്കേഷൻസ്. അതായത് ഞാനിപ്പോ നിലവിൽ ഞാൻ എന്റെ ക്രോം ഓപ്പൺ ആക്കി വെച്ചു, അവിടെ തന്നെ ആ ക്രോമിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ അഡ്മിൻ പാനൽ ഓപ്പൺ ആക്കി വെച്ചു, അല്ലെങ്കിൽ യൂസർ നെയിമിന്റെ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചു, ഇവ തമ്മിൽ എനിക്ക് സ്വിച്ച് ചെയ്ത് മാറണം. ഓക്കെ, നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ മൗസ് വെച്ച് അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ പോരെ, അപ്പൊ പെട്ടെന്ന് മാറുമല്ലോ. പക്ഷെ എങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു നമ്മുടെ കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരിക്കും കൺട്രോൾ പ്ലസ് ടാബ് ആയിരിക്കും. ഓക്കെ, അതായത് സെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും, കൺട്രോൾ പ്ലസ് ടാബ് ആയിരിക്കും. ഓക്കെ, അടുത്തത് വിൻ പ്ലസ് ടാബ് ആണ്.
ഓക്കെ, അടുത്ത ഏതാ കിടക്കുന്നത്? വിൻ പ്ലസ് ടാബ് ആണ്. വിൻ പ്ലസ് ടാബ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ടാസ്ക് വ്യൂ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ടാസ്ക് വ്യൂ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും? വിൻ പ്ലസ് ടാബ് ആയിരിക്കും. അടുത്ത കിടക്കുന്നത് എന്താ? ഷിഫ്റ്റ് പ്ലസ് ടാബ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രീവിയസ് ആയിട്ടുള്ള ഫീൽഡിലോട്ടോ ഐറ്റത്തിലോട്ടോ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രീവിയസ് ആയിട്ട് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും? ഷിഫ്റ്റ് പ്ലസ് ടാബ് ആയിരിക്കും. ഓക്കെ, ആൻസർ എന്തായാലും നമ്മുടെ ആൻസർ കൺട്രോൾ പ്ലസ് ടാബ് ആണ്. അതായത് ഓപ്പൺ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് തമ്മിൽ ഒരു MS വേർഡ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ക്രോമിലേക്ക് പോയിട്ട് ഞാൻ വിൻ പ്ലസ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓൾട്ട് പ്ലസ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തിലേക്കായിരിക്കും പോയിരിക്കുന്നത്? MS വേർഡിലേക്ക് തിരിച്ചു പോകും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരിക്കും കൺട്രോൾ പ്ലസ് ടാബ്, ഓൾട്ട് പ്ലസ് ടാബ് ആയിരിക്കും. കൺട്രോൾ പ്ലസ് ടാബ് എന്തിനാ യൂസ് ചെയ്യുന്നത്? സെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, സെയിം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും? കൺട്രോൾ പ്ലസ് ടാബ് ആയിരിക്കും. അടുത്തത് വിൻ പ്ലസ് ടാബ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓൾറെഡി വ്യൂ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ ടാസ്ക് വ്യൂ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും? വിൻ പ്ലസ് ടാബ് ആയിരിക്കും. ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്തിനാ യൂസ് ചെയ്യുന്ന? പ്രീവിയസ് ആയിട്ടുള്ള ഫീൽഡോ അല്ലെങ്കിൽ ഐറ്റമോ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും? ഷിഫ്റ്റ് പ്ലസ് ടാബ് ആയിരിക്കും. ഓക്കെ അല്ലേ? പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഷോർട്ട് കട്ട് കീ ഓപ്പൺസ് ദ മാഗ്നിഫയർ? അതായത് മാഗ്നിഫയർ നമ്മൾ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഡേറ്റാസ് ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സൂം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഏതായിരിക്കും? വിൻ പ്ലസ് പ്ലസ് ആയിരിക്കും. ഓക്കെ, വിൻ പ്ലസ് പ്ലസ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? അത് സൂം ചെയ്ത് കിട്ടും അല്ലെ? ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിനെ സൂം ചെയ്ത് കിട്ടും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ആൻസർ ഏതായിരിക്കും? വിൻ പ്ലസ് M ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? കൺട്രോൾ പ്ലസ് പ്ലസ് പ്ലസും ഓൾട്ട് പ്ലസ് പ്ലസ് പ്ലസും അതുപോലെ വിൻ പ്ലസ് എമ്മിനെ എന്തിനാ യൂസ് ചെയ്യുന്നത്? മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു വിൻഡോസ് ഉണ്ടെങ്കിൽ എല്ലാ വിൻഡോസ് ഉണ്ടെങ്കിൽ ആ വിൻഡോസിനെല്ലാം മിനിമൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വിൻ പ്ലസ് M യൂസ് ചെയ്യുന്നത്. ഈ ബാക്കി രണ്ട് ഓപ്ഷൻസ് നമുക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡ് ആയിട്ട് പറയാൻ സാധിക്കുമോ? ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഓക്കെ, വിൻ പ്ലസ് M ആയിരിക്കും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു മിനിമൈസ് ചെയ്യാൻ വേണ്ടിട്ടോ ഓപ്പൺ ആയിരിക്കുന്ന ഒരു വിൻഡോസ് ഉണ്ടെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വിൻ പ്ലസ് M യൂസ് ചെയ്യുന്നത്. വിൻ പ്ലസ് പ്ലസ് എന്തിനാ യൂസ് ചെയ്തത്? സൂം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമുക്ക് ഓപ്പൺ ആയിരിക്കുന്ന നമ്മുടെ ഡേറ്റയോ ഫയലോ ഉണ്ടെങ്കിൽ അതിനെ സൂം ചെയ്യാനായിരിക്കും എന്ത്? വിൻ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ നോക്കി. നമ്മുടെ MS വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ Excel റിലേറ്റഡ് ആയിട്ടും പവർ പോയിന്റ് റിലേറ്റഡ് ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ആൻസർ മാത്രം പഠിക്കാതെ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ മാത്രം പഠിക്കേണ്ട എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ഓപ്ഷനും കൂടി അത് എന്തുകൊണ്ടാണ് റോങ് ആയെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ CCയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ എൻട്രിയുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ ഉണ്ടായിരിക്കും? ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി എക്സാംസ്, ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന് കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.